ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫി വിഭാഗത്തിൽ നിന്നുള്ള ഭൂമിശാസ്ത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേരള ഭൂമിശാസ്ത്രമെന്നോ ഇന്ത്യ ഭൂമിശാസ്ത്രമെന്നോ വ്യത്യാസം നോക്കിയിട്ടില്ല. നമ്മൾ ചോദ്യപേപ്പറിൽ നിന്ന് ഒന്നിച്ച് ജോഗ്രഫി വിഭാഗത്തിലെ ചോദ്യങ്ങൾ ചെയ്തു പോകാനായിട്ടാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? നമുക്കറിയാം അല്ലേ, കോഴിക്കോട് വരെയാണ് നീട്ടിയത്. നമ്മൾ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ദേശീയ ജലപാത നിയമം 2016 അത് എപ്പോഴാണ് നിലവിൽ വന്നത്? ദേശീയ ജലപാത നിയമം 2016 നിലവിൽ വരുന്നത് 2016 നമുക്കറിയാം, ഏപ്രിൽ 12 ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഏപ്രിൽ 12 ഓക്കെ, ഏപ്രിൽ 12 2016 ഏപ്രിൽ 12. ഓക്കെ, ദേശീയ ജലപാത നിയമം 2016 നിലവിൽ വരുന്നത് 2016 ഏപ്രിൽ 12. ഇതനുസരിച്ച് നിലവിൽ ഇന്ത്യയിലാകെ 111 ദേശീയ പാതകളാണ് ഉള്ളത് കേട്ടോ. 111 ദേശീയ പാതകളാണ് ഉള്ളത്. ഇനി 2016 ഈ ഒരു നിയമപ്രകാരം, ദേശീയ ജലപാത നിയമപ്രകാരം 106 ഉൾനാടൻ ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 106 2016 നിയമപ്രകാരം 106 ഉൾനാടൻ ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചുവെന്നും നിലവിൽ 111 ദേശീയ ജലപാതകൾ ഉണ്ട് എന്നും അറിഞ്ഞിരിക്കാം. അപ്പോൾ കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കാൻ ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, അതായത് ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ, IWAI കേട്ടിട്ടില്ലേ നിങ്ങൾ? IWAI ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എപ്പോഴാണ്? 1986 1986 ഒക്ടോബർ 27 ഒക്ടോബർ 27. ഓക്കെ, ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ചോദ്യം ഇങ്ങനെയാണ് തന്നിട്ടില്ലെങ്കിലും ഇവിടെ ആൻസർ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഭൂതാപനിലയല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് PSC നമുക്ക് തന്നിരിക്കുന്ന ആൻസർ 1 and 3 ആണ്. അതായത് താതാപാനിയും പുകയും എന്നാണ് തന്നിട്ടുള്ളത്. താതാപാനി, പുക എന്നിവ പക്ഷേ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഭൂതാപനിലയങ്ങളാണ്. അതായത് ജിയോ തെർമൽ പ്ലാന്റ്സ് ആണ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ചൂട് നീരുറവകളാണ് താതാപാനിയും പുകയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ PSCയുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 3. ഒന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതുപോലെയാണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കി നോക്കാം. എന്താന്ന് വെച്ചാൽ താതാപാനി എവിടെയാണ് താതാപാനി ലൊക്കേറ്റ് ചെയ്യുന്നത്? താതാപാനി ഛത്തീസ്ഗഡിലാണെന്ന് അറിഞ്ഞിരിക്കുക. താതാപാനി ഛത്തീസ്ഗഡിലാണ്. പുക എവിടെയാണ്? പുക ലഡാക്കിലാണ്, ലഡാക്ക്. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നറോറ ഉണ്ട്, സിംഗ്രൗളി ഉണ്ട്. നറോറ എന്താണ്? ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ആണവ നിലയമാണ്. നമ്മൾ SCERT ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നറോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ് നറോറ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സിംഗ്രൗളി എന്താണ്? സിംഗ്രൗളി പ്രധാനപ്പെട്ട കൽക്കരി ഖനന മേഖലയാണ്. കൽക്കരി ഖനന മേഖലയാണ് സിംഗ്രൗളി. സിംഗ്രൗളി എവിടെ സ്ഥിതി ചെയ്യുന്നു? പ്രധാനമായും മധ്യപ്രദേശം തന്നെയാണ് നമ്മൾ പറയുക. പക്ഷെ ഇതിൻ്റെ ഒരു ഭാഗം ഉത്തർപ്രദേശിലും കൂടി വരുന്നുണ്ട്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സിംഗ്രൗളി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സിംഗ്രൗളി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇതിലൊരു ഭാഗം ഉത്തർപ്രദേശിലും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നറോറ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശാണ്. താതാപാനി ഛത്തീസ്ഗഡിലും പുക ലഡാക്കിലുമാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തത്. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതാണ്? ജോഡികളിൽ തെറ്റായി തന്നിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാരൻ റോക്കും രൂപാന്തരപ്പെട്ട പാറയും തന്നിട്ടുണ്ട്. നമുക്കറിയാം, കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ആഗ്നേയ ശിലകളും അതുപോലെ അവസാദ ശിലകളും ഒക്കെ കായാന്തരിക ശിലകളായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിന്റെ മാച്ചിങ് എങ്ങനെയാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശരിയോ തെറ്റോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം കേട്ടോ. ഗ്രാനൈറ്റ് നീസ് എന്ന് തന്നിട്ടുണ്ട്. നീസ് എന്നും നൈസ് എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഗ്രാനൈറ്റിൽ നിന്ന് നീസ് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ അത് ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മണൽക്കല്ല് സിസ്റ്റ് എന്നാണ് യോജിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്.
മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആണ് കേട്ടോ. മണൽക്കല്ലിൽ നിന്നും ക്വാർട്സൈറ്റ് രൂപപ്പെടുന്നു. ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇതാണ് നമ്മുടെ അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം, ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ലിൽ നിന്നും മാർബിൾ ഉണ്ടാവുന്നു എന്നതും ശരിയാണ്. ഷെയിൽ എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? സ്ലേറ്റ് എന്നാണ്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് ജോഡിയായി ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാനൈറ്റ് നീസാണ്, മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക, ചുണ്ണാമ്പ് കല്ല് മാർബിൾ, ഷെയിൽ എന്നത് സ്ലേറ്റ്. കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഈ സിസ്റ്റ് എന്നത് ഷിസ്റ്റ് ആണ് ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷിസ്റ്റ് ആണ്. ഈ ഷിസ്റ്റ് രൂപം കൊള്ളുന്നത് ബസാൾട്ടിൽ നിന്നുമാണ്. ബസാൾട്ടിൽ നിന്നും ഷിറ്റ്സ് രൂപം കൊള്ളുന്നു എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ബസാൾട്ട് ആണ്. മണൽക്കല്ല് ക്വാർട്സൈറ്റും ആണെന്ന് ഓർത്തിരിക്കുക. സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് കേട്ടോ. പ്രധാനമായിട്ടും സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എവറസ്റ്റ് ഡാറ്റയും അതുപോലെ പോളികോണിക് പ്രൊജക്ഷൻസും ആണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് പോളികോണിക് പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ എന്ന് പറഞ്ഞാൽ ധരാതലീയ ഭൂപടങ്ങളാണ്. ആ പേര് നിങ്ങൾ കുറച്ചുകൂടെ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? ധരാതലീയ ഭൂപടങ്ങൾ എന്താണത്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഭൗമോപരിതലത്തിന്റെ ഉയർച്ച, താഴ്ച, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളാണ്. ഇതെല്ലാം തന്നെ ഈ ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ച് കാണാറുണ്ട്. അതാണ് ടോപ്പോഗ്രഫി മാപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മാപ്പുകൾ അല്ലെങ്കിൽ ഒരു ഭൂപടം തയ്യാറാക്കുന്ന സമയത്ത് ഒരു പ്രദേശത്തിന്റെ വിശദമായ പഠനം നടത്തുന്ന സന്ദർഭത്തിലാണ് ഈ മാപ്പ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരുന്നത്. മാപ്പ് പ്രൊജക്ഷൻസിന്റെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നത് ഡീറ്റെയിലിങ്ങിന്റെ സമയത്താണ്. അപ്പോൾ 3 തരം പ്രൊജക്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. മാപ്പ് പ്രൊജക്ഷൻസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. ഒന്ന് കോണിക്കൽ ആണ്, കോണിക്കൽ പ്രൊജക്ഷൻസ്. 2 ലാംബർട്ട് പ്രൊജക്ഷൻസ് ആണ്. 3ാമത് മെർക്കേറ്റർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ 3 എണ്ണമാണ് പ്രധാനപ്പെട്ട പ്രൊജക്ഷൻസ്. ലാംബർട്ടും മെർക്കേറ്റർ, കോണിക് പ്രൊജക്ഷൻസ് എന്നിവയാണ് പ്രധാനപ്പെട്ട 3 മാപ്പ് പ്രൊജക്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി SOIയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗമാണ് ഏതാണ്? മരുപ്രദേശം, മരുഭൂമി പ്രദേശമാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഉൾപ്പെടാത്തത് മരുപ്രദേശമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയ ആണ്. അലഹബാദ് ഉത്തർപ്രദേശിലും ഹാൽഡിയ വെസ്റ്റ് ബംഗാളിലുമാണ്. ഗംഗ, ഭാഗീരഥി, ഹൂഗ്ലി റിവർ സിസ്റ്റത്തിലാണ് ഈ ഒരു ദേശീയ ജലപാത ഉള്ളത്. ഓക്കെ, അലഹബാദ്, ഹാൽഡിയ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലൂടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര് ചിനൂക്ക്. പ്രാദേശികവാദങ്ങളെ, അതായത് ലോക്കൽ വിൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ചിനൂക്ക്, ഫോൻ, ലൂ, ഹെർമാറ്റൻ ഓപ്ഷൻസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ ചോദ്യം ഇത് തിരിച്ചും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര് ചിനൂക്ക് എന്നാണ്. അടുത്തത് ഫോൻ ആണ്. ഫോൻ ഓപ്ഷനിൽ തന്നിട്ടുള്ള അടുത്തത് ഫോൻ ആണ്. ഫോൻ എന്താണ്?
യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റാണ്. ഓക്കെ, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റിന്റെ പേരാണ് ഫോൻ എന്നത്. ഫോൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏത് എന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആൻസർ ഫോൻ ആണ് കേട്ടോ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫോൻ. ഓക്കെ, അടുത്തത് ലൂ ആണ്. ലൂ കുറച്ചുകൂടെ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് എന്നൊരു ചോദ്യം വന്ന അതിന്റെ ആൻസർ ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ലൂ ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത് രാജസ്ഥാനിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ലൂ രൂപം കൊള്ളുന്നത് രാജസ്ഥാനിലാണ്. അടുത്തതാണ് ഹെർമാറ്റൻ. ഹെർമാറ്റൻ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഹെർമാറ്റൻ ആണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹെർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ. ഓക്കെ, അപ്പൊ നമ്മൾ 4 വാദങ്ങളും കണ്ടല്ലോ. അടുത്തത്, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? 3 കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ശരിയായവ. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഖാരിഫ് നെല്ല്. നെല്ല് ഒരു ഖാരിഫ് ക്രോപ്പാണ്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് ജോഡി ചേർത്തിരിക്കുന്നത്. റാബി പരുത്തി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ജോഡി തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്, നമുക്ക് മനസ്സിലായി. റാബി വിളകൾക്ക് ഉദാഹരണം എന്താണ്? വീറ്റ്, ബാർലി, ഇതൊക്കെ തന്നെ മസ്റ്റാർഡ് ഒക്കെ റാബി വിളകളാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തേത് എന്തായാലും തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബിയും ഡിയും പോയിട്ടുണ്ട്. ഓക്കെ, ഖാരിഫ് വിള ശരിയാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. സെയ്ദ് പഴവർഗ്ഗങ്ങളാണ്, അത് ശരിയായിട്ട് തന്നെയാണ് ജോഡി ചേർത്തിട്ടുള്ളത്. സെയ്ദ് വിളകൾ പഴവർഗ്ഗങ്ങളാണ്, അത് മാച്ച് ചെയ്തത് കറക്റ്റ് ആണ്. ഖാരിഫ് നെല്ല്, സെയ്ദ് പഴവർഗ്ഗങ്ങൾ. 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. റാബി വിള വീറ്റ്, ബാർലി, മസ്റ്റാർഡ് എന്നിവയൊക്കെയാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ്സും അവയുടെ ലൊക്കേഷനുമാണ് തന്നിട്ടുള്ളത്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിലാണ്. ഒന്നാമത്തേത് തന്നെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റൂർക്കേല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തേതും രണ്ടാമത്തേതും ഫ്ലിപ്പ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഭിലായി ഛത്തീസ്ഗഡിലാണ്, റൂർക്കേല ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ബൊക്കാറോ ജാർഖണ്ഡിലും സ്ഥിതി ചെയ്യുന്നു. 3ഉം 4ഉം ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1ഉം 2ഉം ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരിയായ ജോഡി ചോദിച്ചിരിക്കുന്നു. 3ഉം 4ഉം ആണ് ശരി. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡിലും സ്ഥിതി ചെയ്യുന്നു. ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. നോക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്നത്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്, അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാർഖണ്ഡിലെ ഛാരയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 എന്നിവയാണ് ശരി. അപ്പൊ മുംബൈ ഹൈ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരമുള്ളതും മുംബൈ ഹൈയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരമുള്ളത് മുംബൈ ഹൈയിലാണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഝാർഖണ്ഡിലെ ഛാരയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എന്നും അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്?
അത് പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ്. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇവയിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. പ്രസ്താവനകൾ നോക്കാം. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകൾക്ക് ഉദാഹരണമാണ്. മൂന്നും തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മടക്ക് മലകൾ രൂപം കൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് താഴെ തന്നിട്ടുള്ളത്. യുറാലുകളും അപ്പലാച്ചിയൻസും പ്രധാനപ്പെട്ട മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസിന് ഉദാഹരണങ്ങളാണ് യുറാലുകളും അപ്പലാച്ചിയൻസും. യുറാലുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യയിലാണ്. അപ്പലാച്ചിയൻസ് നോർത്ത് അമേരിക്കയിലും സ്ഥിതി ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകൾക്ക് ഉദാഹരണമാണ്. സൗത്ത് അമേരിക്കയിലെ ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകൾ അതായത് യങ് ഫോൾഡ് മൗണ്ടെയിൻസിന് ഉദാഹരണങ്ങളാണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും തന്നെ പ്രധാനപ്പെട്ടതാണ്. മൂന്നും മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടു. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും അകലെയുള്ളത്. സൂര്യൻ ഭൂമിയിൽ നിന്നും അകലെയുള്ളത് എന്നാണ്. ജൂലൈ 4-നോ അതിനടുത്തോ ആണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലുള്ള ചായ്വാണ്. ബേസിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതും ശരിയാണ്. മൂന്നും തന്നെ ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരി എന്നതാണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ ഓപ്ഷൻസിൽ പെരിഹീലിയൻ എന്ന് കണ്ടു. എന്താണ് പെരിഹീലിയൻ? ഒരു പരിക്രമണ കാലയളവിൽ, അതായത് റെവല്യൂഷൻ പീരീഡിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപ ദിനം. സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ ജനുവരി 3-നാണ് കേട്ടോ. ജനുവരി 3-നാണ് പെരിഹീലിയൻ. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. ജൂലൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് ജൂലൈ 4 അല്ലെങ്കിൽ അപ്പീഹിലിയൻ. സൂര്യ സമീപദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നത് ജനുവരി 3-ആണ് കേട്ടോ. ജനുവരി 3-നാണ് പെരിഹീലിയൻ ദിനം, സൂര്യ സമീപദിനം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 4 ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യ വിദൂര ദിനം അല്ലെങ്കിൽ അഭീലിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ജൂലൈ 4-നാണ്. അടുത്തത്, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയും ഇടുക്കി തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. പേസിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ പേസ് എന്നാൽ എന്താണ്? പ്ലാങ്ക്ടൺ എയ്റോസെൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നതാണ് പേസ്. പ്ലാങ്ക്ടൺ എയ്റോസെൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം. സമുദ്രത്തിലെ മൈക്രോ ആൽഗകൾ എന്നറിയപ്പെടുന്ന ഫൈറ്റോ പ്ലാങ്ക്ടന്റെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുന്നു? ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നതിനെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഏതാണ് ഉപഗ്രഹത്തിന്റെ പേര്? പേസ് എന്നതാണ്.
പൊടി, പുക തുടങ്ങിയ വായുവിലെ കണികകൾ രൂപീകരണത്തെയും ഗ്രഹത്തിന്റെ താപനില ഉയരുന്ന നമ്മുടെ ഭൂമിയുടെ താപനില ഉയരുന്നതിനെയും താഴുന്നതിനെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഈ ഒരു പേസ് കൊണ്ട് കഴിയും കേട്ടോ. ഈ ഒരു പേസ് ഉപഗ്രഹം ഇതിനൊക്കെ നമ്മളെ സഹായിക്കും എന്നാണ് നാസ പറയുന്നത്. ഓക്കെ, അപ്പോൾ പേസ് എന്താണ്? പ്ലാങ്ക്ടൺ, എയ്റോസെൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. പ്രധാനമായിട്ടും പ്ലാങ്ക്ടനെ, ഫൈറ്റോ പ്ലാങ്ക്ടനെ കുറിച്ച്, പ്ലാങ്ക്ടൻസ് കണ്ടോ, ഫൈറ്റോ പ്ലാങ്ക്ടനെ കുറിച്ചുള്ള കാലാവസ്ഥ, അവയെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേസ് വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 0 ഡിഗ്രി രേഖാംശം ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു. ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത് 0 ഡിഗ്രി അക്ഷാംശമാണ്, രേഖാംശമല്ല. രേഖാംശം നമുക്കറിയാം താഴേക്കുള്ള നോർത്ത് ടു സൗത്ത് വരുന്ന രേഖകളാണ്. അപ്പോൾ അത് അല്ല, ഭൂമധ്യരേഖ എന്നത് 0 ഡിഗ്രി അക്ഷാംശമാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഒന്നാമത്തേത് എന്തായാലും തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നോക്കിക്കേ, 3 ഓപ്ഷൻസ് പോയി, നമുക്കിവിടെ ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നോക്കാം. ഗ്രീനിച്ച് രേഖാംശം എന്ന് അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശമാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശമാണ്, 0 ഡിഗ്രി അല്ല. അപ്പൊ മൂന്നാമത്തേത് തെറ്റിയതിന് കാരണം മനസ്സിലായല്ലോ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശമാണ്. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശമാണ്, ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു 0 ഡിഗ്രി രേഖാംശം. ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നത് 0 ഡിഗ്രി അക്ഷാംശമാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഭൂമിയിലെ എല്ലാതരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ തന്നിട്ടുള്ളതിൽ ഏതിനാണ്? ഭൂമിയിലെ എല്ലാതരം ശിലകളുടെയും പൂർവിക സ്ഥാനം ആഗ്നേയ ശിലകൾക്കാണ്. ആഗ്നേയ ശിലകളാണ്. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മർദ്ദചരിവ് മാനബലം, ഘർഷണ ബലം, കോറിയോലിസിസ് ബലം എന്നിവയാണ്. അതിൽ കൊഹിഷൻ ബലം ഉൾപ്പെടുന്നില്ല കേട്ടോ. മർദ്ദചരിവ് മാനബലം, ഘർഷണ ബലം, കോറിയോലിസിസ് ബലം. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 1, 3, 4 എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഹാൽഡിയ, നവാഷേവ, പാരാദ്വീപ്, ബാരൻ ദ്വീപ് എന്നിവ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാരൻ ദ്വീപ് കൂട്ടത്തിൽ പെടുന്നില്ല. ഓപ്ഷൻസിൽ തന്നിട്ടുള്ള മറ്റ് 3ഉം തന്നെ പോർട്ടുകളാണ്, തുറമുഖങ്ങളാണ്. മറ്റവ ഓപ്ഷൻ എ അതിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ് ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബാരൻ ദ്വീപ്, ബാരൻ ഐലൻഡ് എന്താണ്? ഇന്ത്യയിലെ ഒരേയൊരു സജീവ അഗ്നിപർവ്വതമാണ് ഈ ഒരു ബാരൻ ഐലൻഡ്. അപ്പൊ അതാണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരാൻ കാരണം. അടുത്തത്, പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം നമുക്കറിയാം. ഓപ്ഷൻ എ എന്തായാലും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ 1ൽ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും 1 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതെന്തായാലും ശരിയാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? റഫ്ലി ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് പസഫിക് സമുദ്രം വരുന്നത്. അപ്പോൾ എസ് ആകൃതിയിലുള്ളത് എന്തായാലും അല്ല. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു സമുദ്രമുണ്ട്. അതേതാണ്? അത് അറ്റ്ലാന്റിക് സമുദ്രമാണ് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം ഒരു ട്രയാങ്കുലർ ഫോമിലാണ്, ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. ഭൗമോപരിതലത്തിന്റെ 1/6 ഭാഗം വിസ്തൃതിയുണ്ട്. 1/3 ആണ് പസഫിക് സമുദ്രം വരുന്നത് കേട്ടോ. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗമാണ് പസഫിക് സമുദ്രം വരുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പോകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് കിട്ടുന്നുണ്ട്. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗമാണ് വിസ്തൃതി എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടും. നോക്കാം നാലാമത്തേത്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു പസഫിക് സമുദ്രത്തിൽ. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് മഹാസമുദ്രം. ഓക്കെ, അപ്പോൾ 1 and 4 ആണ് ആൻസർ. ഓപ്ഷൻ ഡി.
കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ, അതായത് പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖാസി, ഗാരോ, ജയന്തിയ, ലുഷായി, പട്കായ്ബും, നാഗ, മീസോ ഇവയെല്ലാം തന്നെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പൂർവാചലിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ്. അപ്പൊ അതിൽ നിന്ന് ആൻസർ കിട്ടിയല്ലോ. പട്കായ്ബും എന്നതും ജയന്തിയ കുന്നുകൾ എന്നതും കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നു. ഇനി അതുപോലെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇന്ത്യയുടെ ഒരു റഫ് മാപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് പശ്ചിമഘട്ടം വരുന്നത്, പൂർവ്വഘട്ടം ഈ ഒരു സൈഡിലായിട്ടും വരുന്നു. പശ്ചിമം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണെന്നും പൂർവ്വം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്കറിയാം ലൊക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും കിഴക്കൻ മലനിരകളിൽ ഇവ രണ്ടും വരില്ല. അപ്പോൾ 3ഉം 4ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. 4 ആണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1 and 2 എന്ന ബി ഓപ്ഷൻ ശരിയാണ് നമുക്ക് കിട്ടും അല്ലേ. പട്കായ്ബുമും ജയന്തിയ കുന്നുകളുമാണ് കിഴക്കൻ മലനിരകളിലായിട്ട് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് കേട്ടോ. മേഘാലയ. അതുപോലെ നാഗ, പട്കായ്ബും കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ലൊക്കേഷൻ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. പട്കായ്ബും നാഗ എന്നിവ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലും ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 1 and 2. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടു ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ചോദിച്ചിട്ടുള്ളത്. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ഉള്ളത് കേട്ടോ. അത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ മതി. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ധരാതലീയ ഭൂപടങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ, അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണെന്ന് ഓർത്തിരിക്കുക. കാരക്കോറം പർവ്വതനിര, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ് ആണ് കേട്ടോ, സത്ലജ്. മാനസ് നദി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. അതുപോലെ യമുന, ഗോമതി എന്നിവ ഗംഗാ നദിയുടെ പോഷക നദികളാണ്. യമുന, ഗോമതി എന്നിവ ഗംഗാ നദിയുടെ പോഷക നദികളാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. മാനസ് ബ്രഹ്മപുത്ര നദിയുടേതുമാണ്. ഓക്കെ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്, ചൈന. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഓപ്ഷൻ എയിൽ തന്നെ ബംഗ്ലാദേശ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് കേട്ടോ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയാണ് കേട്ടോ, തെന്മല. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് സത്ലജ് നദിയിലാണ്, സത്ലജിലാണ്. സത്ലജ് നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് സത്ലജ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. ആ സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക.
അന്തരീക്ഷ പാളികൾ പട്ടിക 1-ലും അവയുടെ സവിശേഷതകൾ പട്ടിക 2-ലും തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ ഉള്ളത് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട്, മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു എന്നത് സ്ട്രാറ്റോസ്ഫിയറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കതറിയാം. ഓക്കെ, അപ്പോൾ A3യുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് 2 ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി B എന്നത് 4ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എക്സോസ്ഫിയറിലാണ് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ എക്സോസ്ഫിയർ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നു. ഇതാണ് എക്സോസ്ഫിയറിന്റെ ഒരു സവിശേഷത. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി ട്രോപ്പോസ്ഫിയറും അയണോസ്ഫിയറും ആണ് നമുക്കുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശത്തുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഒരു അന്തരീക്ഷ പാളിയിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം നടക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. അപ്പോൾ എന്തായാലും അത് തെറ്റാണ്. അപ്പോൾ അയണോസ്ഫിയറിലാണ് അറോറ എന്ന പ്രതിഭാസം കാണപ്പെടുന്നത്. അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. അപ്പോൾ അത് കറക്റ്റ് ആയല്ലോ. ട്രോപ്പോസ്ഫിയർ എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയറിലാണ് അറോറ ഉള്ളത്. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിലാണ് എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ അറോറ ബോറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത്. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. എവിടെയാണ്? ഇവിടെ ഓപ്ഷനിൽ നമുക്ക് കൊല്ലം കോട്ടപ്പുറം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൊല്ലം കോട്ടപ്പുറം എന്ന് തന്നെ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാം കേട്ടോ. കൊല്ലം കോട്ടപ്പുറം കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അടുത്തത്. പട്ടിക 1-നെ പട്ടിക 2-മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1-ലെ ഉപഗ്രഹങ്ങളും പട്ടിക 2-ലെ രാജ്യങ്ങളും തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഗോസ് ആർ സീരീസ്. ഗോസ് സീരീസ് USA-യുടേതാണ്, നാസയുടേതാണ്. പ്രധാനമായിട്ടും നാസയുടേതാണ്. ഗോസ് പ്രോഗ്രാം NOAA, അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, NOAA, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെയും നാസയുടെയും ഒരു സഹകരണ ശ്രമത്തിലാണ് ഈ ഗോസ് ആർ സീരീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ USA-യുടേതാണ് പ്രധാനമായിട്ടും. ഇത് ഭ്രമണപഥത്തിലെ ആദ്യത്തെ മിന്നൽ മാപ്പർ വഹിക്കുന്ന ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗോസ് ആർ സീരീസ് USA-യുടേതാണ്, നമുക്ക് മനസ്സിലായി. ഇൻസാറ്റ് ആരുടേതായിരിക്കും? സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ് ആണ് ഇൻസാറ്റ് സീരീസിലുള്ളത്. ഇന്ത്യയിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഓപ്ഷൻ A ആയിരിക്കും, ഇല്ലെങ്കിൽ ഓപ്ഷൻ D ആയിരിക്കും. നോക്കാം. സ്പോട്ടും ഉൽക്ക 3യുമാണ് അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNESന്റെ ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള CNESന്റെ ആദ്യത്തെ യൂറോപ്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ പരിപാടിയാണ് സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് സ്പോട്ടിനും ഗോസിനൊക്കെ ഫുൾ ഫോം ഉണ്ട്. അത് നമുക്ക് ഇപ്പം അത്ര അത്യാവശ്യമില്ല. സ്പോട്ട് എന്നത് ഫ്രാൻസിന്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. സ്പോട്ട് ഫ്രാൻസിൻ്റെതാണ്. ഓക്കെ, ഉൽക്ക എന്നത് റഷ്യയുടേതുമാണ്. ഉൽക്ക 3 എന്നത് റഷ്യയുടേതുമാണ്. USSR, അതായത് റഷ്യ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് മീറ്റിയോർ എന്ന് പറയുന്നത്. മീറ്റിയോർ എന്ന് പറഞ്ഞാൽ ഉൽക്കകളാണ്, അതാണ് പേര്. മീറ്റിയോർ 3 എന്നത് റഷ്യയുടേതാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ഗോസ് USA-യുടേതും ഇൻസാറ്റ് ഇന്ത്യ, സ്പോട്ട് ഫ്രാൻസ്, ഉൽക്ക 3 അല്ലെങ്കിൽ മീറ്റിയോർ 3 എന്നത് USSR അല്ലെങ്കിൽ റഷ്യയുടേതാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ബാബർ ട്രാക്ട് എന്നത് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ B എന്തായാലും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അടുത്തത്. ബങ്കർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ബങ്കർ എന്നത്
ടെറായി മേഖലയ്ക്ക് തെക്ക് രൂപപ്പെടുന്ന പഴയ നിക്ഷേപങ്ങളാണ്, പഴയ എക്കൽ നിക്ഷേപങ്ങളാണ് ബങ്കർ. ബങ്കർ എന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളാണ്, പുതിയതല്ല. അപ്പൊ രണ്ടാമത്തേത് തെറ്റാണ്. രണ്ടാമത്തേത് തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 1ഉം 4ഉമാണ് ശരി. ഖാദർ എന്താണ്? നമ്മൾ എന്തായാലും നോക്കി. ഖാദർ എന്നത് ടെറായി മേഖലയ്ക്ക് തെക്ക് രൂപപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങളാണ്. അപ്പോൾ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ്സ് തിരിച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബങ്കർ എന്നത് പഴയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഖാദർ എന്നത് പുതിയ അല്ലുവിയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ബങ്കർ ബി അല്ലേ? ബി. അതുപോലെ ഖാദർ കെ ആണ്. ഓക്കെ, അപ്പൊ ബങ്കർ ആദ്യം വന്നു, അപ്പൊ അത് പഴയതാണ്. ഖാദർ പിന്നീട് വന്നു. കെ പിന്നീടല്ലേ വരുന്നത്, ആൽഫബറ്റിക് ഓർഡറിൽ ബി അല്ലേ ആദ്യം വരുന്നത്, അപ്പൊ അത് പഴയതാണ്. കെ രണ്ടാമത് വരുമ്പോൾ അത് പുതിയതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബങ്കർ പഴയ അല്ലുവിയത്തെ പ്രതിനിധീകരിക്കുന്നു, ഖാദർ പുതിയ അല്ലുവിയത്തെയും പ്രതിനിധീകരിക്കുന്നു. അടുത്തത്, ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. നമുക്കിവിടെ ആൻസർ കിട്ടി. 4 എന്തായാലും ശരിയാണ്. ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയുമാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സും ഓർത്തിരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയാണെന്നും സിംഹവാലൻ കുരങ്ങുകളും സൈലന്റ് വാലിയൊക്കെ കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ. അതുപോലെ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണെന്ന്. അത് തൂതപ്പുഴയാണ് കേട്ടോ. തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. ഓക്കെ, അതുപോലെ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണെന്ന്. അത് സൈലന്റ് വാലിയാണ് കേട്ടോ. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി സൈരന്ധ്രി വനം എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹസാരിബാഗ് നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജാർഖണ്ഡ് ആണ് കേട്ടോ. ജാർഖണ്ഡ്. ഹസാരിബാഗ് നാഷണൽ പാർക്ക് ജാർഖണ്ഡിലാണ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലാണ് ചെങ്കടൽ. ചെങ്കടൽ. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ഓപ്ഷൻസ് എല്ലാം തന്നെ സെയിം ആണ്, ഒരേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കണ്ടോ. ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഫോൺ ആണ് കേട്ടോ. ആൻസർ ഫോൺ ആണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. ഓക്കെ, അടുത്തത്, ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഏതാണ്? ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ് കേട്ടോ. തവിട്ട് നിറം. പന്തലാസ എന്നത് താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പന്തലാസ എന്നാൽ സമുദ്രമാണ് കേട്ടോ. സമുദ്രം. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ല. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് തയ്യാറായി പോകുന്നവർ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വയനാട് ജില്ലയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും മറ്റു ഡീറ്റെയിൽസും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. PSC ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. താഴെ പറയുന്നവയിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡ്രംലിനുകൾ എന്താണ്? ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ് ഡ്രംലിനുകൾ. ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ് ഡ്രംലിനുകൾ കേട്ടോ. അപ്പോൾ പുതിയ ടേം ആണെങ്കിൽ ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. ഡ്രംലിനുകൾ എന്നാൽ ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ്. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ എത്ര ദിവസമാണ് വരിക? 2 തവണയാണ് വരിക. 2 തവണ. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റെവല്യൂഷണറി സമയത്ത്, റെവല്യൂഷണറി പീരീഡിൽ, ഈ പരിക്രമണ വേളയിൽ സൂര്യന്റെ ഒരു സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന 2 ദിവസമാണുള്ളത്. ഒന്ന് മാർച്ച് 21, രണ്ടാമത് സെപ്റ്റംബർ 23 ആണ്. ഈ 2 ദിവസങ്ങൾ
അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ധ്രുവത്തിലും ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും രണ്ട് അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിവസങ്ങളെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു വേർഡ് കണ്ടില്ലേ, വിഷുവങ്ങൾ എന്ന് ഓർക്കുന്നുണ്ടോ? സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, ഇക്വിനോക്സ് എന്നറിയപ്പെടുന്നത് ഈ 2 ദിവസങ്ങളെയാണ് കേട്ടോ. രണ്ട് അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഒരേപോലെയുള്ള രാത്രിയും പകലും ഉണ്ടാവുന്ന 2 ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അതായത് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന 2 ദിവസങ്ങളാണ് ഇവ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ള മറ്റ് 2 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂൺ 21 എന്താണ്? എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അറിയാമോ? ഇന്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ 21. കണക്റ്റഡ് അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ 21. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം എന്ന് കേട്ടിട്ടുണ്ടോ? അതും ജൂൺ 21 ആണ് കേട്ടോ. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുന്ന സൂര്യൻ പിന്നീട് സെപ്റ്റംബർ 23-നാണ് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അതുപോലെ ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്ക് ഭാഗത്തേക്ക് സൂര്യൻ യാത്ര പോയിട്ട് മാർച്ച് 21-നാണ് തിരിച്ച് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്കായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു കാലയളവ്, ഈ ഒരു സമയമാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം എന്ന് പറയുന്നത്. അതൊക്കെ അത് വിടുക. ഡിസംബർ 22 ഷോർട്ടസ്റ്റ് ഡേ ആണ്, ദൈർഘ്യം കുറഞ്ഞ പകല് വരുന്ന ദിവസമാണ് ഡിസംബർ 22 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഈ ഡിസംബർ 22-ന് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? അത് കണക്റ്റഡ് അല്ല, അല്ലാതെ ഒരു പോയിന്റ് പറഞ്ഞതാണ്. ഡിസംബർ 22 എന്ന് പറയുന്നത് ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ശ്രീനിവാസ രാമാനുജന്റെ പിറന്നാളാണ്. ബർത്ത്ഡേ ഓഫ് ശ്രീനിവാസ രാമാനുജൻ എന്നാണ്, ഡിസംബർ 22 ആണ്. അത് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. ഇതുപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതാമല്ലോ. ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജന്റെ പിറന്നാളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, 1 and 3. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയുധവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? ക്ഷീരപഥ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയുടെ ഷേപ്പാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സർപ്പിളാകാരമാണ് കേട്ടോ, സർപ്പിളാകാരം. ലാർജ് സ്പൈറൽ ഗാലക്സിയാണ് നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? ഒരു പിൻ വീൽ ഷേപ്ഡ് ആണ്, സർപ്പിളാകാരത്തിലുള്ളതാണ് നമ്മുടെ സൗരയൂഥവും ഭൂമിയും ഉൾപ്പെടുന്ന ഈ ക്ഷീരപഥ ഗാലക്സി. ഓക്കെ, സർപ്പിളാകാരം. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ഒക്ടോബർ ചൂട്, ചിനൂക്ക്, മാംഗോ ഷവർ, പശ്ചിമ അസ്വസ്ഥത. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചിനൂക്കാണ് കേട്ടോ, ചിനൂക്ക്. എന്തുകൊണ്ടാണ്? ഒക്ടോബർ ഹീറ്റ് ആണെങ്കിലും മാംഗോ ഷവർ ആണെങ്കിലും പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണെങ്കിലും തന്നെ ഇവയെല്ലാം തന്നെ ഒരു കാലാവസ്ഥ ഫിനോമിനയാണ്, കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് ഇവ മൂന്നും തന്നെ. എന്നാൽ ചിനൂക്ക് എന്ന് പറയുന്ന ഒരു പ്രാദേശിക വാദം, ഒരു വാം ഡ്രൈ വിൻഡാണ്. അതുകൊണ്ടാണ് ചിനൂക്ക് ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകൾ നോക്കാം ഓരോന്നായിട്ട്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. ഭൂമിയുടെ ഭ്രമണ വേഗതത്തിന് തുല്യമായ വേഗതയാണ് ഉള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തേത്, പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. ഇത് പക്ഷേ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളല്ല. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. കൃത്രിമ ഉപഗ്രഹങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും മറ്റേത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുമാണ്. അതിൽ സൗരസ്ഥിര ഉപഗ്രഹത്തിന്റെ ഒരു സവിശേഷതയാണ് ഇത്. അപ്പൊ മൂന്നാമത്തേത് തെറ്റാണ്. മൂന്നാമത്തേത് തെറ്റാവുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. ഒന്നാമത്തേത് ശരിയാണ് എന്നതുകൊണ്ട് ഓപ്ഷൻ സി ആയിട്ട് കിട്ടും. പക്ഷെ മൂന്നാമത്തേത് തെറ്റാവുമ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. നാലാമത്തേത് നോക്കാം.
വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 4 എന്നിവയാണ് ശരി. ഓക്കെ ആണല്ലോ. അടുത്തത് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം എന്താണ്? സാംസ്കാരിക ഭൂപടങ്ങൾ ബേസിക്കലി ഭൂപടങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ്. ഫിസിക്കൽ മാപ്സ് എന്നും കൾച്ചറൽ മാപ്സ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതാണ് കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ. രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ, രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ. നമ്മളോട് സാംസ്കാരിക ഭൂപടം ചോദിച്ചു. അപ്പൊ എന്താ ഭൗതിക ഭൂപടം നോക്കാം. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയെ ചിത്രീകരിക്കുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ്. അപ്പൊ കാലാവസ്ഥാ ഭൂപടം എന്നത് സാംസ്കാരിക ഭൂപടത്തിൽ വരുമോ? വരില്ല. കാലാവസ്ഥ ഭൗതിക ഭൂപടത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പിലേ വരുള്ളൂ. അപ്പൊ 3 എന്തായാലും ഉൾപ്പെടില്ല എന്ന് നമുക്ക് മനസ്സിലായി. 3 ഉൾപ്പെടില്ലെങ്കിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായ സവിശേഷതകളൊക്കെ ചിത്രീകരിക്കുന്ന ഭൂപടം ഏതാണ്? അതാണ് സാംസ്കാരിക ഭൂപടം. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇതുപോലുള്ള മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം ഇതെല്ലാം തന്നെ മനുഷ്യനിർമ്മിതമല്ലേ? അപ്പൊ സാംസ്കാരിക ഭൂപടത്തിൽ ഇതൊക്കെ ഉൾപ്പെടും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എളുപ്പമുള്ളൊരു ഭാഗമാണ്. പഠിച്ചു വെച്ചാൽ എന്തായാലും ഒരു മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. ഒരുപാട് തവണ ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു അല്ലെ? ചോദ്യം നോക്കാം. ഗംഗയുടെ അലഹബാദ്, ഹാൽഡിയ, ഭാഗീരഥി, ഹൂഗ്ലി ഭാഗം ഏതാണ്? ഗംഗയുടെ അലഹബാദ്, ഹാൽഡിയ, ഭാഗീരഥി, ഹൂഗ്ലി ഭാഗം ഏതാണ്? ഏതാണ് വരുന്നത്? ദേശീയ ജലപാത 1 ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടത് ദേശീയ ജലപാത 1 നമുക്കറിയാം അല്ലെ? അപ്പൊ ദേശീയ ജലപാത 1. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വാഴക്കുളമാണ് അല്ലെ? വാഴക്കുളം എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് വെള്ളാനിക്കര. വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയിലാണ്. വാഴക്കുളം എറണാകുളം ജില്ലയിലും വെള്ളാനിക്കര തൃശ്ശൂർ ജില്ലയിലുമാണ്. ഇനി ആനക്കയം നോക്കുകയാണെങ്കിൽ ആനക്കയത്ത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഉണ്ട് കേട്ടോ. ആനക്കയം, മാടക്കത്തറ എന്നിവിടങ്ങളിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രമുണ്ട്. ഗവേഷണ സ്ഥാപനം ഉള്ളത് എവിടെയാണെന്ന് ചോദിക്കാം. കശുവണ്ടി ഗവേഷണ സ്ഥാപനം ഉള്ളത് ആനക്കയത്തും മാടക്കത്തറയിലുമാണ്. ഇനി പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ SCRT കൊടുത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഏതാണ്? കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാല KAU സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണൂത്തിയിലാണ്, തൃശ്ശൂർ. മണ്ണൂത്തിയിലാണ്, തൃശ്ശൂരിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്തും സ്ഥിതി ചെയ്യുന്നു കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ, മണ്ണൂത്തി തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തും തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡും. രണ്ടറ്റത്തായിട്ടാണ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തും തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്തും സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 2 സ്ഥലം പറഞ്ഞു. ഒന്ന് ആനക്കയം, അതുപോലെ മാടക്കത്തറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഒന്ന് ചോദ്യത്തിൽ തന്നിട്ടുള്ള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കരയും പിന്നെ വാഴക്കുളവും. ഓക്കെ ആണല്ലോ. അടുത്തത് ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ലോക്തക് തടാകം ഏത് സംസ്ഥാനത്തിലാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂരിലാണ് ലോക്തക് തടാകം ഉള്ളത്.
വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കേട്ടോ ലോക്തക് തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ഈ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്, അറിയാമോ? നമ്മളിത് കണക്റ്റഡ് ആയിട്ടാണ് പഠിക്കാറ്. മണിപ്പൂർ ലോക്തക് തടാകം, കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക്. കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഈ ലോക്തക് തടാകത്തിലാണ്. ഇനി അതുപോലെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക്. ഒഴുകുന്ന ഏക ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് കേബിൾ ലാംജാവോ. അത് ലോക്തക് തടാകത്തിലാണ്. അവിടെ കാണപ്പെടുന്ന ഈ ഒഴുകുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഫുംഡീസ് എന്നാണ്. അത് ഓക്കെ. അപ്പോൾ ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂരിലാണ്. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലാംജാവോ. കേബിൾ ലാംജാവോ ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ്. ഓക്കെ ആണല്ലോ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റിന്റെ പേരെന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ് ലൂ. ലൂ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ജാർഖണ്ഡിലെ ഝാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.